എല്ലാവർക്കും നമസ്കാരം. റിസർച്ച് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ജപ്പാനിലെ ഈസ്റ്റ് ഫുജി മാനുവർ ട്രെയിനിങ് ഏരിയയിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്. ജപ്പാനിലെ ഈസ്റ്റ് ഫുജി മാനുവർ ട്രെയിനിങ് ഏരിയയിൽ നടക്കുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ധർമ്മ ഗാർഡിയൻ എന്നാണ്. ധർമ്മ ഗാർഡിയൻ ഫെബ്രുവരി 24 ആരംഭിച്ച സൈനിക അഭ്യാസത്തിൻ്റെ 6ാം എഡിഷൻ മാർച്ച് 9 വരെ തുടരും. ദെൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. 3 വർഷത്തേക്കാണ് നിയമനം. സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ചിന് പകരക്കാരനായാണ് എത്തുന്നത്. 1988 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായത്. സെബി സ്ഥാപിതമായ ഡേറ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. 1988 ഏപ്രിൽ 12. ദെൻ 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം വിദർഭയാണ്. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചായിരുന്നു കിരീട നേട്ടം. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണ് ഇത്. 2024-25 രഞ്ജി കിരീടം നേടിയത് വിദർഭ. ദെൻ സ്വകാര്യ ലാൻഡറുകളെ കരാർ അടിസ്ഥാനത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസിൻ്റെ CLPS ഭാഗമായി മാർച്ച് 2 വിജയകരമായി ചന്ദ്രനിലിറക്കിയ പേടകം ബ്ലൂ ഗോസ്റ്റ്. സ്വകാര്യ സ്ഥാപനമായ ഫയർഫ്ലൈ എയറോസ്പേസിൻ്റെ പേടകം സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറക്കുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറും ലാൻഡിങ്ങിൽ സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യ സ്വകാര്യ ലാൻഡറുമാണിത്. 2024 ഫെബ്രുവരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഷീൻസ് ആണ് ചന്ദ്രനിൽ ലാൻഡർ ഇറക്കിയ ആദ്യ സ്വകാര്യ കമ്പനി. അപ്പോൾ ആദ്യ സ്വകാര്യ കമ്പനി ഇൻഡ്യൂസീവ് മെഷീൻസ് ആണ്. 2ാമത്തെ സ്വകാര്യ കമ്പനിയുടെ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് എന്ന കമ്പനി ഇറക്കിയത്. ദെൻ അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC. ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നവരത്ന പദവി ലഭിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ നവരത്ന കമ്പനികളുടെ എണ്ണം 26 കമ്പനികളാണ് ഇപ്പോൾ നവരത്ന കമ്പനികളായിട്ടുള്ളത്. ദെൻ ഓസ്കാറിൻ്റെ അവാർഡാണ്. ഓസ്കാറിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യാം. 97ാം ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. മികച്ച സംവിധാനം, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, മികച്ച നടി മൈക്കി മാഡിസൺ എന്നിവയുൾപ്പെടെയുള്ള 5 പുരസ്കാരങ്ങളാണ് അനോറ എന്ന ചിത്രം നേടിയത്. ചിത്രത്തിൻ്റെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചത് ഷോൺ ബേക്കറാണ്. ചിത്രത്തിൻ്റെ തിരക്കഥ, സംവിധാനം, അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചത്. ദെൻ ഓസ്കാർ ചരിത്രത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ നേടിയ ഇംഗ്ലീഷ് ഭാഷേതര ചിത്രം ഏതാണ്? എമിലിയ പരേസ്. 13 വിഭാഗങ്ങളിലായാണ് ചിത്രം നാമനിർദ്ദേശം നേടിയത്. മികച്ച സഹനടി സോയി സാൽദന, മികച്ച ഗാനം എന്നീ വിഭാഗങ്ങളിലാണ് ചിത്രം പുരസ്കാരം നേടിയത്. ദെൻ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് തൃപ്പങ്ങോടാണ്. മലപ്പുറത്തെ തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത്. ദെൻ ഇക്കൊല്ലത്തെ റവന്യൂ അവാർഡിൽ മികച്ച കലക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് NSK ഉമേഷാണ്. എറണാകുളം ജില്ലയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ദെൻ തൃശ്ശൂരാണ് മികച്ച കലക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച കലക്ടറേറ്റ് തൃശ്ശൂരാണ്. ദെൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് KP ശങ്കരനാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് KP ശങ്കരൻ. 50,001 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതക്കവുമാണ് പുരസ്കാരം. 50,001 രൂപയും ഗുരുവായൂരപ്പൻ്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതക്കവുമാണ് പുരസ്കാരം. KP ശങ്കരനാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഇത്തവണ നേടിയത്. ദെൻ കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും IIIT കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? അസ്ത്ര V1 ആണ്. ദെൻ നെക്സോസ് പാർക്ക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സഹായത്തോടെയാണ് ഇത് വികസിപ്പിച്ചത്. അസ്ത്ര V1 കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും IIIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് ഇത്.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്